ഹായ് ഫ്രണ്ട്സ്, റോയിസ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 5.1 ഡോൾബി DTS AV റിസീവറാണ്. ഇതിൽ നമ്മൾ 2 VU മീറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റിമോട്ട് കിറ്റ് G-Tech ഓഡിയോസിൻ്റെ കളർ ഡിസ്പ്ലേ വരുന്ന ഡോൾബി DTS റിമോട്ട് കിറ്റാണ്. അതിൽ 3 HDMI ഇൻപുട്ട്, ARC, ഒപ്റ്റിക്കൽ, കൊയാക്സിയൽ, USB, ബ്ലൂടൂത്ത് എല്ലാം സപ്പോർട്ടുള്ള ഒരു റിമോട്ട് കിറ്റ് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് നോക്കാം. ഇതിൽ നമ്മൾ ഹെവി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 40040 10 ആമ്പിൻ്റെ ഒരു ടാപ്പ് നമ്മൾ സബ് ബോർഡിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. 24024 നമ്മൾ ചാനലിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അതും 10 ആമ്പിയറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ 5 ചാനലിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഓഡിയോ എക്സിൻ്റെ ഒരു 5 ചാനൽ ബോർഡാണ്. ഇത് ഏറ്റവും ഹൈ ക്വാളിറ്റി കമ്പോണൻറ്റുകൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഹൈ ക്വാളിറ്റി ബോർഡാണിത്. 52001943 പെയർ വരുന്ന 5 ചാനൽ ബോർഡാണ്. ഇതിൽ ഇൻപുട്ട് നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ്, നെഗറ്റീവ്, ഗ്രൗണ്ട്, പിന്നെ ഒരു AC സപ്ലൈയും വരുന്നുണ്ട്. ഈ ബ്ലൂ കളറിലൊക്കെ വരുന്നത് അതിൻ്റെ ഇൻപുട്ടുകളാണ്, സോക്കറ്റുകൾ. റെഡ് കളറിൽ വരുന്നതൊക്കെ അതിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ടുകളുമാണ്. ഇതിലെ കമ്പോണൻസ്, കാര്യങ്ങൾ, കപ്പാസിറ്റർ, റെസിസ്റ്റൻസ് ഇതൊക്കെ പരിശോധിച്ച് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. എല്ലാം നല്ല ഹൈ ക്വാളിറ്റി കമ്പോണൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സപ്ലൈ പോർട്ടുകളെല്ലാം വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു റിലേ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹീറ്റ് സിങ്ക് നോക്കിയാലും അതിൻ്റെ PCB നോക്കിയാലും എല്ലാം നമുക്ക് കാണാം. നല്ല ഹൈ ക്വാളിറ്റി ചെയ്തിരിക്കുന്നൊരു ബോർഡാണിത്. ഇതിലെ കപ്പാസിറ്ററുകളായാലും എല്ലാം നോക്കിയാൽ നമുക്ക് കാണാം ഒറിജിനൽ കമ്പോണൻറ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ട്രാൻസിസ്റ്ററൊക്കെ ടോഷിബ ഒറിജിനൽ ട്രാൻസിസ്റ്ററുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതാണ് ആംപ്ലിഫയറിൻ്റെ ബാക്ക് പാനൽ വരുന്നത്. നമ്മളിതിൽ ബനാന സോക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ AC ഇൻപുട്ട് സോക്കറ്റ്, ഫ്യൂസ് കാരിയർ, ഹെവി ആയിട്ടുള്ളൊരു ഓൺ ഓഫ് സ്വിച്ച്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബനാന സോക്കറ്റുകളെല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ബനാന സോക്കറ്റുകളാണ്. ബാക്ക് പാനൽ നമ്മൾ അക്രിലിക് 4 mm നമ്മളത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ബാക്ക് പാനൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓക്സ് ഇൻപുട്ട് ഇവിടെ കൊടുക്കാം. ഒപ്റ്റിക്കൽ, കൊയാക്സിയൽ, HDMI 1, HDMI 2, HDMI 3, HDMI ഔട്ട്, ARC. പിന്നെ ഒരു ബ്ലൂടൂത്തിൻ്റെ ആൻറ്റിനയും ഈ റിമോട്ട് കിറ്റിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റിമോട്ട് കിറ്റ്. ഇതിൽ 3 HDMI ഇൻപുട്ട്, ARC, ഒപ്റ്റിക്കൽ, കൊയാക്സിയൽ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നൊരു ഡോൾബി DTS കിറ്റാണ്. നമുക്ക് ആമസോൺ സ്റ്റിക്ക് വഴിയും അതേപോലെയുള്ള സംവിധാനങ്ങൾ വഴി നമുക്ക് HDMI ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡോൾബി DTS ഫയലുകൾ കറക്റ്റായിട്ട് ഡീകോഡ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കും. ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ്. ഈ ആംപ്ലിഫയറിനെ പറ്റി പറയുകയാണെങ്കിൽ 5 ചാനൽ, ഒരു 100 വാട്ട്സ് അടുത്ത് 5 ചാനലുണ്ട്. പിന്നെ ഒരു 350 വാട്ട്സിൻ്റെ സബ് ഔട്ടുമാണ് നമ്മളിതിൽ ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പാനൽ നമ്മൾ ബ്ലാക്ക് മാറ്റ് വിത്ത് ഗ്ലോസി ഫിനിഷിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. 2 കൂളിംഗ് ഫാൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഹെവി ആയിട്ടുള്ള ട്രാൻസ്ഫോർമർ എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആംപ്ലിഫയറിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതേപോലുള്ള ആംപ്ലിഫയർ ആവശ്യമുള്ളവർക്ക് എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പറിൽ. അപ്പോൾ ഇതിൻ്റെ സ്പീക്കർ പാക്കേജ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഇതേപോലെ ആംപ്ലിഫയറുകൾ, ബോക്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
ഇതിനു മുമ്പ് നമ്മൾ ഈ ഡോൾബി DTS ആംപ്ലിഫയറുകളെ പറ്റി ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ആംപ്ലിഫയറുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നോർമൽ ട്രാൻസ്ഫോർമറാണ്. നമ്മൾ ടൊറോയിഡ് ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ഇത് കസ്റ്റമർ കൊണ്ടുവന്നൊരു ട്രാൻസ്ഫോർമറാണ് നമ്മളിതിൽ ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാം നമ്മൾ ചെയ്യുന്ന ആംപ്ലിഫയറുകൾ കൂടുതലും വർക്ക് ചെയ്യുന്ന എല്ലാ കസ്റ്റമർ